എക്കണോമിക് ലോഡ് ഡിസ്പാച്ചിന്റെ ബേസിക് ഫോർമുലയും ഡെറിവേഷനും ആയിരുന്നു. അപ്പം അതിന്റെ പ്രോബ്ലംസ് നമ്മൾ ആകെ ഒരൊറ്റ പ്രോബ്ലം ചെയ്തുള്ളൂ. അപ്പോൾ അതിന്റെ കൂടുതൽ പ്രോബ്ലംസും ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ ഒരു കേസും കൂടെ പറയാനുണ്ട്. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. കുറച്ച് പ്രോബ്ലംസും മെയിനായിട്ട് അതിന്റെ പല കോൺസെപ്റ്റ് നമ്മൾ നോക്കിയതിന്റെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആയിരിക്കും. പിന്നെ അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ഫോർമുല ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ അതിൽ നമ്മൾ ലോഡ് ഡിസ്പാച്ച്, എക്കണോമിക് ലോഡ് ഡിസ്പാച്ചിന്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് അതിന്റെ ഇൻക്രിമെന്റൽ കോസ്റ്റ്, എത്ര പവർ പ്ലാന്റ് ഉള്ള പവർ സ്റ്റേഷൻ ആണോ അതിന്റെ എല്ലാം ഇൻക്രിമെന്റൽ കോസ്റ്റ് ഈക്വൽ ആയിരിക്കണം. അതാണ് നമ്മുടെ എക്കണോമിക് ലോഡ് ഡിസ്പാച്ചിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത് ഒരു പർട്ടിക്കുലർ കേസിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫാക്ടർ നമ്മൾ നെഗ്ലക്ട് ചെയ്തുകൊണ്ടായിരുന്നു. ആ ഫാക്ടർ എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഈ dF1/dPg1 ഈക്വൽ ടു ലാംഡ. അതെ, അതായത് ട്രാൻസ്മിഷൻ ലൈൻ ലോസ് എന്ന് പറയുന്നത് നമ്മൾ നെഗ്ലക്ട് ചെയ്തു അല്ലെ. അപ്പൊ ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഈ ഒരു ഡെറിവേഷൻ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ഇത് വെച്ച് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ചെയ്യാം. ആദ്യത്തെ ഒരു പ്രോബ്ലം ആണിത്. അപ്പം ദ ഫ്യൂവൽ കോസ്റ്റ് ഫങ്ഷൻസ് ഓഫ് 2 പവർ പ്ലാന്റ്സ് ആർ, അതിൽ 2 പ്ലാന്റിന്റെയും ഫ്യൂവൽ കോസ്റ്റ് ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. അതിൽ PG1ഉം PG2 എന്ന് പറയുന്നത് ജനറേറ്റർ പവേഴ്സ് ഓഫ് പ്ലാന്റ് A ആൻഡ് B ആണ്. ജനറേറ്റർ പവേഴ്സ് ഓഫ് 2 പ്ലാന്റ്സ് P1ഉം P2ഉം. അതായത് P1 PG1 യൂണിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നു, P2 എന്ന് പറയുന്ന പവർ പ്ലാന്റ് PG2 യൂണിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നു. എയും ബിയും 2 കോൺസ്റ്റന്റ് ആണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 1000 മെഗാവാട്ട് ആണ്. അതായത് ഇഫ് ദ 2 പ്ലാന്റ്സ് ഒപ്റ്റിമലി ഷെയർ 1000 മെഗാവാട്ട് ലോഡ്, അതാണ് അവരുടെ ലോഡ് അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് 1000 മെഗാവാട്ട് ആണ്. അറ്റ് ഇൻക്രിമെന്റൽ ഫ്യൂവൽ കോസ്റ്റ് ഓഫ് 100 rupees per megawatt hour. ദ റേഷ്യോ ഓഫ് ലോഡ് ഷെയർഡ് ബൈ പ്ലാന്റ്സ് P1 ആൻഡ് P2. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നിങ്ങൾ ഇൻക്രിമെന്റൽ ഫ്യൂവൽ കോസ്റ്റ് ഓഫ് പവർ പ്ലാന്റ് 1 ഒന്ന് കണ്ടുപിടിച്ചുക. ഇൻക്രിമെന്റൽ ഫ്യൂവൽ കോസ്റ്റ് ഓഫ്, അല്ലെ ഇൻക്രിമെന്റൽ കോസ്റ്റ് ഓഫ് പ്ലാന്റ് P1. കിട്ടിയെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റിലിടുക കേട്ടോ. ഇല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ആ ഇക്വേഷൻ ഒന്ന് പറഞ്ഞാലും മതി. ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് ഓഫ് പവർ പ്ലാന്റ് P1. പോയിന്റ് 1 PG1 കൂടെ ഉണ്ടേ. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു PG1 അല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അപ്പം അവിടെ ഒരു PG1² ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ PG1 അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇൻക്രിമെന്റൽ ഫ്യൂവൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ തന്നിരിക്കുന്ന കോസ്റ്റ് ഫംഗ്ഷന്റെ ഡിഫറൻസിയേഷൻ എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ആ പവർ പ്ലാന്റിലെ ജനറേഷൻ. അപ്പം D/dPG1 ഓഫ് C1 എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റിന് തന്നിട്ടുണ്ട്.
0.05 PG1² പ്ലസ് A PG1 പ്ലസ് B. അപ്പം ഇത് ഓരോ ടേം നമ്മൾ സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അന്നേരം നമുക്ക് 0.1 PG1 പ്ലസ് A എന്ന് വരും. ഈ B എന്ന് പറയുന്ന ടേം കോൺസ്റ്റന്റ് ഉണ്ടാവും, 0 ആയി പോകും. A PG1ന്റെ ഡിഫറൻസിയേഷൻ A ആണ്. PG1² ഡിഫറൻസിയേഷൻ 2 PG1 ആണ്. അപ്പൊ ആ 2ഉം 0.05 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 0.1 വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻക്രിമെന്റൽ ഫ്യൂവൽ കോസ്റ്റ് ഓഫ് പ്ലാന്റ് P1 എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ ഇൻക്രിമെന്റൽ ഫ്യൂവൽ കോസ്റ്റ് ഓഫ് പ്ലാന്റ് 2 എന്ന് പറയാമോ? പ്ലാന്റ് P2. കറക്റ്റ് ആണ്. അപ്പം ഇത് നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് dC2/dPg2 എന്ന് പറയുന്നത് 0.2 PG2 പ്ലസ് 3A എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഇൻക്രിമെന്റൽ കോസ്റ്റും കിട്ടി. ഇനി ക്വസ്റ്റിന് തന്നെ തന്നിട്ടുണ്ട് ഇൻക്രിമെന്റൽ ഫ്യൂവൽ കോസ്റ്റ് ഓഫ് 100 rupees per മെഗാവാട്ട് അവർ എന്ന്. ഈ തന്നിരിക്കുന്നത് ഇൻക്രിമെന്റൽ ഫ്യൂവൽ കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇത് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 1 ഈക്വൽ ടു ഇക്വേഷൻ 2 അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 100 rupees per മെഗാവാട്ട് അവർ ആണ്. ഓക്കെ, അപ്പൊ അത് തന്നെ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ 1 എടുക്കുവാണെങ്കിൽ 0.1 PG1 പ്ലസ് A ഇസ് ഈക്വൽ ടു 100. രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുവാണെങ്കിൽ 0.2 PG2 പ്ലസ് 3A ഇസ് ഈക്വൽ ടു 100. കിട്ടിയത് മനസ്സിലായോ? ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമുക്ക് ഇക്വേഷൻ 1ലും ഇക്വേഷൻ 2ലും നമ്മൾ എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു അതാത് ജനറേഷൻ. അതിനെയാണ് നമ്മൾ ഇൻക്രിമെന്റൽ ഫ്യൂവൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ കിട്ടിയ DC1/dPg1 DC2/dPg2 ഇതെല്ലാം ഈക്വൽ ടു ഇൻക്രിമെന്റൽ കോസ്റ്റ് ആണ് അല്ലെ? കാരണം നമ്മൾ കണ്ടീഷൻ ഫോർ എക്കണോമിക് ലോഡ് ഡിസ്പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻക്രിമെന്റൽ കോസ്റ്റ് എല്ലാം ഈക്വൽ ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്, ഈക്വൽ ടു ലാംഡ. ഇതിലെ ലാംഡയ്ക്ക് പകരമാണ് അവർ 100 rupees per മെഗാവാട്ട് അവർ എന്ന് പറഞ്ഞ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് ഈ വാല്യൂ. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. 0.2 PG1 പ്ലസ് A ഇസ് ഈക്വൽ ടു 100ഉം 0.2 PG2 പ്ലസ് 3A ഇസ് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇക്വേഷനും ഉണ്ട്, 3 വേരിയബിളും ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ മൂന്നാമത്തെ ഒരു ഇക്വേഷൻ കൂടെ വേണം. ആ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നു എന്ന് പറയാമോ? ഏത് ഇക്വേഷൻ ആയിട്ട്? ഓക്കെ, ഞാൻ ആൻസർ നോക്കാം. ജസ്റ്റ് ഒന്ന് ഇത് സ്റ്റെപ്പ് കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം. അതെ, PG1 പ്ലസ് PG2 ഇസ് ഈക്വൽ ടു 1000. കാരണം രണ്ട് പ്ലാന്റ്സും ഇഫ് ദ 2 പ്ലാന്റ്സ് ഒപ്റ്റിമലി ഷെയർ 1000 മെഗാവാട്ട് ലോഡ്, അതായത് ഈ നമ്മുടെ ഈ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേഷൻ ഇസ് ഈക്വൽ ടു ഡിമാൻഡ് അല്ലെങ്കിൽ ലോഡ് എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ജനറേറ്റ് ചെയ്യുന്ന സാധനം നമ്മൾ ലോഡിലോട്ട് കൊടുക്കുന്നു. നമ്മൾ അതിന്റെ ഇടയ്ക്കൊരു കണ്ടീഷൻ എടുത്തത് ട്രാൻസ്മിഷൻ ലൈൻ ലോസസ് നെഗ്ലക്റ്റഡ്. അപ്പം ഒറിജിനലി അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സാധനം അതേപോലെ നമുക്ക് ലോഡിൽ എത്തില്ല. തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സിന്റെ ട്രാൻസ്മിഷൻ ലൈൻ അതിന്റെ ഇടയ്ക്ക് വരും. അപ്പോൾ അതിലെല്ലാം ലോസ് ഉണ്ടാവും. അപ്പം അത് നമ്മളിവിടെ നെഗ്ലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ജനറേറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ ലോഡിലോട്ട് പോകും. അപ്പം രണ്ട് ജനറേറ്റിംഗ് യൂണിറ്റ് ഉണ്ട്. അതിൽ പ്ലാന്റ് 1ന്റെ ജനറേഷനാണ് PG1, പ്ലാന്റ് 2ന്റെ ജനറേഷനാണ് PG2. ഇത് രണ്ടും കൂടെയാണ് ഈക്വലി 1000 മെഗാവാട്ട് ലോഡ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോൾ 3 ഇക്വേഷനായി 3 വേരിയബിളും ഉണ്ട്. അപ്പൊ ആദ്യത്തെ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ മേളിൽ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഞാൻ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 0.3 PG1 പ്ലസ് 3A ഇസ് ഈക്വൽ ടു 300. ഇക്വേഷൻ 4 അതേപോലെ എഴുതി 0.2 PG2 പ്ലസ് 3A ഇസ് ഈക്വൽ ടു 100. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ A എന്നൊരു ടേം എലിമിനേറ്റ് ആയി പോകും.
നമുക്ക് 0.3 PG1 മൈനസ് 0.2 PG2 ഈക്വൽ ടു 200 എന്ന് വരും. അപ്പം ഇത് രണ്ടും നമ്മൾ ഇനി ഇക്വേറ്റ് ചെയ്താൽ മതി. ഈ ഇക്വേഷൻ നമ്പർ 6ഉം ഇക്വേഷൻ നമ്പർ 5ഉം ഇക്വേറ്റ് ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് PG1ന്റെയും PG2ന്റെയും വാല്യൂസ് കിട്ടും. കാരണം നമുക്ക് അതിന് എ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ അതിന് വരുന്നില്ല, എങ്ങും നമുക്ക് ആ ഒരു ടേം വരുന്നില്ല. ജസ്റ്റ് ആ റേഷ്യോ ഓഫ് ലോഡ് ഷെയർഡ് ബൈ പ്ലാന്റ് P1 ആൻഡ് P2 മാത്രമേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടിയ എത്രയായിരുന്നു? P1 ഇസ് ഈക്വൽ നിത പറഞ്ഞ P1 800ഉം P2 200ഉം കറക്റ്റ് ആണ്. PG1 is equal to 800ഉം PG2 is equal to 200 മെഗാവാട്ടും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആയിരിക്കും. ഈ ക്വസ്റ്റ്യനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. അപ്പൊ ഇതില് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത്തിരി ഏകദേശം ടൈം എടുക്കുവാണെങ്കിൽ രണ്ടും ഏകദേശം ഒരേ ടൈം തന്നെ എടുക്കും. നമ്മൾ ഈ 1000 മെഗാവാട്ട് ഉണ്ടല്ലോ, ഈ 1000 മെഗാവാട്ട് ആണ് നമ്മൾ ഈ പവർ പ്ലാന്റ് P1ലും P2ലുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഈ 4 റേഷ്യോയിൽ വരുന്നത്. ഓക്കെ, അതിൽ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഈ 4 റേഷ്യോയിൽ ഈ 1:4 സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ജനറേഷൻ എത്രയായിരിക്കും? 200:800 അല്ലേ? 1:4. ഇതാകുമ്പോഴത്തേക്ക് 600:400 വരും. ഇതാകുമ്പം 400:600. ഇതാകുമ്പം 800:200. അതായത് P1:P2 എന്നുള്ള രീതിയിൽ. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, സോൾവ് ചെയ്യാൻ ഇക്വേഷൻ നമ്പർ 5ഉം 6ഉം സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ 6ൽ 5ൽ ഇട്ട് കഴിഞ്ഞാൽ ഏത് ഇട്ട് കഴിഞ്ഞാലും സെയിം വാല്യൂ തന്നെ വരുള്ളൂ. ഇക്വേഷൻ 6ൽ ഈ വാല്യൂ ഇട്ട് നോക്കിയാൽ മതി. അന്നേരം ഏതാണോ കറക്റ്റ് വരുന്നതെന്ന് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ആ വാല്യൂസ് ഏതാണെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇപ്പൊ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2014 ഗേറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് 2008 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇതിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു പോവാം. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ വായിക്കാം. ഇപ്പോൾ ലോസ്ലെസ് പവർ സിസ്റ്റം ഹാസ് ടു സെർവ് എ ലോഡ് ഓഫ് 250 megawatt. There are two generators G1 and G2 in the system with cost curve C1 and C2 respectively defined as follows. അപ്പോൾ പവർ പ്ലാന്റ് G1ന്റെയും P1ന്റെയും P2ന്റെയും കോസ്റ്റ് കർവ് തന്നിട്ടുണ്ട്. അതിൽ P1ഉം P2 അല്ലെ PG1ഉം PG2 എന്ന് പറയുന്നത് അതിന്റെ ലോഡ് ഷെയറിംഗ് ആണ്. അപ്പം മിനിമം കോസ്റ്റ് വരുമ്പോൾ ഉള്ള അതിന്റെ ലോഡ് ഷെയറിംഗ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ നേരത്തെ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവുകയാണെങ്കിൽ ആർക്കും അതൊരു മിസ്റ്റേക്കും വരില്ല, ഡൗട്ട് വരില്ല ഇടയ്ക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഫസ്റ്റ് പവർ പ്ലാന്റിന്റെ ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറയാമോ? DC1/DPG1.
കറക്റ്റ് ആണ്. അപ്പം ആദ്യത്തെ ടേം PG1ന്റെ ഡിഫറൻസിയേഷൻ എടുക്കുമ്പം വിത്ത് റെസ്പെക്ട് ടു PG1 ആയതുകൊണ്ട് 1 തന്നെ ആയിരിക്കും. രണ്ടാമത്തെ വരുമ്പോഴത്തേക്ക് PG1² ഡിഫറൻസിയേഷൻ 2PG1 ആണ്. അപ്പം ആ 2ഉം 0.055 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 0.11 PG1 എന്ന് വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ പവർ പ്ലാന്റിന്റെ ഇൻക്രിമെന്റൽ ഫ്യൂവൽ കോസ്റ്റ്. എത്ര കിട്ടിയായിരുന്നു? കറക്റ്റ് ആണ്. 3 + 0.06 PG2. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്താണ്? നമ്മുടെ എക്കണോമിക് ലോഡ് ഡിസ്പാച്ച് അല്ലെങ്കിൽ ഒപ്റ്റിമൽ കോസ്റ്റ് അല്ലെങ്കിൽ മിനിമം കോസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് dC1/dPg1 = dC2/dPg2 = ലാംഡ എന്നാണ്. ഇവിടെ ലാംഡയുടെ വാല്യൂ തന്നിട്ടില്ലാത്തതുകൊണ്ട് ഇത് രണ്ട് ഈക്വൽ ടു എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. ഈക്വൽ ടു ലാംഡ എന്ന് എഴുതിയാലും അത് ഇതിൽ പ്രസക്തി വരുത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് dC1/dPg1 എന്ന് പറഞ്ഞാൽ 1 + 0.11 PG1 ആണ്. dC2/dPg2 എന്ന് പറഞ്ഞാൽ 3 + 0.06 PG2. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ആയി 0.1 PG1 മൈനസ് 0.06 PG2. കോൺസ്റ്റന്റ് എല്ലാം അപ്പുറത്തും വേരിയബിൾ എല്ലാം ലെഫ്റ്റ് സൈഡിലും കൊണ്ടുവന്നു. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആയി. ഓക്കെ, ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ത് വരും എന്ന് അറിയാവോ? നമുക്ക് രണ്ട് വേരിയബിൾ ഉണ്ട്, PG1ഉം PG2ഉം. നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ വരും? അതെ, കാരണം നമുക്ക് ലോഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ജനറേഷൻ ആണ് ഈ ലോഡ് മീറ്റ് ചെയ്യുന്നത്. അപ്പം PG1 + PG2 = കറക്റ്റ് 250 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെയും നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്തു നോക്കാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം ഒന്ന് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പം ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആൻസർ വരുന്നത് കിട്ടിയായിരുന്നോ? എല്ലാവർക്കും ആൻസർ കിട്ടിയായിരുന്നോ? സി ഓപ്ഷൻ കറക്റ്റാ. PG1 = 100ഉം PG2 = 150. ഇത് 2005 ഗേറ്റ് എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ലോഡ് സെന്റർ ഇസ് അറ്റ് ആൻ ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ ടു തെർമൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ G1 ആൻഡ് G2. G1ന്റെ ഫ്യൂവൽ കോസ്റ്റ് ഫംഗ്ഷൻ ആണ് A + B P1 + C P1². G2ന്റെ ഫ്യൂവൽ കോസ്റ്റ് ഫംഗ്ഷൻ ആണ് A + B P2 + C P2².
അതിൽ P1 എന്ന് പറയുന്നത് ജനറേറ്റർ G1ന്റെ ജനറേഷനും P2 എന്ന് പറയുന്നത് ജനറേറ്റർ G2ന്റെ ജനറേഷനുമാണ്. ലോഡ് തന്നിട്ടുണ്ട് 300 മെഗാവാട്ട് ആണ്. അപ്പൊ അത് ഷെയർ ചെയ്യുന്നത് എക്കണോമിക് ആയിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ അതിന്റെ ഡിവിഷൻ എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ക്വസ്റ്റ്യനിലോ ഈ ക്വസ്റ്റ്യൻ ചെയ്തു വരുമ്പോൾ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അതിൽ നമ്മൾ ഇനി ഒരു 2-3 പ്രോബ്ലം കൂടെ ഉണ്ട് ഇതിൽ. അതിൽ ചിലതിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതിൽ കുറച്ചുകൂടെ ഒന്ന് ഇത്തിരി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ചെയ്യാൻ പോകുന്നത്. കോംപ്ലിക്കേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സ്റ്റെപ്പും ഇപ്പോൾ ഉള്ള കോൺസെപ്റ്റും ക്ലിയർ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പാടൊന്നും വരില്ല. എ ഓപ്ഷൻ അല്ല ആൻസറിൽ കൊടുത്തേക്കുന്നത്. ഇനി ആൻസറിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം dF1/dP1 എത്രയാ കിട്ടിയെന്ന് പറയാമോ? B plus 2C P1. dF2/dP2. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്ക് ആണ് തോന്നുന്നു. ആൻസർ സെയിം ആയിട്ട് വരും. ഇത് രണ്ടിന്റെയും ഫ്യൂവൽ കോസ്റ്റ് ഫംഗ്ഷൻ ഒരുമിച്ച് കൊടുത്തേക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ P1 = P2 തന്നെ ഇതിൽ തന്നെ കിട്ടും അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് ഇൻക്രിമെന്റൽ ഫ്യൂവൽ കോസ്റ്റ് രണ്ടിന്റെയും സെയിം ആണ്. ഫോർ മിനിമം കോസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻക്രിമെന്റൽ ഫ്യൂവൽ കോസ്റ്റ് രണ്ടിന്റെയും സെയിം ആയിരിക്കണം എന്നാണ്. അപ്പൊ ഇതിൽ നമുക്ക് B plus 2C P1 = B plus 2C P2. അപ്പൊ അതിൽ നമുക്ക് B ക്യാൻസൽ ആയി പോകുമ്പോൾ ബാക്കി വരുന്ന ടേം എന്ന് പറഞ്ഞാൽ P1 = P2 എന്ന് കിട്ടും. അപ്പം നമുക്ക് P1 plus P2ന്റെ വാല്യൂ നമുക്കുണ്ട്. ടോട്ടൽ ലോഡ് തന്നിട്ടുണ്ട് 300 മെഗാവാട്ട് വേണം ഇത് മീറ്റ് ചെയ്യാൻ എന്നുള്ളത്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഈക്വൽ ആയിട്ട് ലോഡ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് 150 ആയിട്ട് വരും. ഓക്കെ,
അപ്പൊ ഇതില് 3 പവർ പ്ലാന്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം വിചാരിക്കുന്ന പോലെ അത്ര പാടില്ല. 3 വരുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ ഒന്ന് കുറച്ച് ക്ലിയർ ആയിട്ട് ഇതൊന്ന് നോക്കണം. കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം 3 പവർ പ്ലാന്റിന്റെ ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. ഫ്യൂൽ കോസ്റ്റ് അല്ല, ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് ആണ്. IC1ഉം IC2ഉം IC3 ആയിട്ട് 3 ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഈ 3 യൂണിറ്റും ഓപ്പറേറ്റിംഗ് ഓൾ ദ ടൈം, അതായത് 3 യൂണിറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ള കണ്ടീഷനിൽ ഓരോന്നിന്റെ മിനിമം മാക്സിമം ലോഡ് വന്നിട്ടുണ്ട് 50 മെഗാവാട്ടും 300 മെഗാവാട്ടും. അപ്പം ഇഫ് ദ പ്ലാന്റ് ഇസ് ഓപ്പറേറ്റിംഗ് ഓൺ എക്കണോമിക് ലോഡ് ഡിസ്പാച്ച്, ഫൈൻഡ് ദി ടോട്ടൽ പവർ ഡിമാൻഡ് ഫോർ 700 മെഗാവാട്ട്. അപ്പൊ അത്രയും ഷെയർ ചെയ്യണമെങ്കിൽ ഉള്ള ഡിവിഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഞാനൊന്ന് സോൾവ് ചെയ്ത് തരാം. ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റിൽ ഇട്ടോ കേട്ടോ. ചെയ്യുന്നതിൽ എവിടെയെങ്കിലും വെച്ച് സ്റ്റക്ക് ആവുകയാണെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ഒന്ന് ആൻസർ ഇവിടെ ചാറ്റിൽ ഇട്ടേരെ, അല്ലെങ്കിൽ നമുക്ക് പതുക്കെ ഒന്ന് ചെയ്തു തുടങ്ങാം.
കിട്ടുന്നുണ്ടോ? കുറച്ചുകൂടെ ടൈം വേണോ അതോ ഞാൻ ചെയ്തു തുടങ്ങട്ടെ? ഓക്കെ, ഞാൻ ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് 3 പവർ പ്ലാന്റിന്റെ ഇൻക്രിമെന്റൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. IC1 പവർ പ്ലാന്റ് 1ന്റെ 20 പ്ലസ് 0.3 P1 ആണ്. IC2 തന്നിട്ടുണ്ട്, IC3 തന്നിട്ടുണ്ട്. 3 പവർ പ്ലാന്റിന് തന്നിട്ടുണ്ട്. അതിന്റെ ടോട്ടൽ പവർ ഡിമാൻഡ് എന്ന് പറയുന്നത് 700 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ ആൻസർ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഞാൻ നോക്കട്ടെ. ഓപ്ഷൻ ഡി അല്ല സൊല്യൂഷനിൽ കൊടുത്തിരിക്കുന്നത്. വേറെ ഏതെങ്കിലും ആൻസർ കിട്ടിയായിരുന്നോ? ബിയു അല്ല. ചെയ്തു നോക്കാം. ഓപ്ഷൻ എപ്പോഴും കറക്റ്റ് ആണോ നിർബന്ധമില്ല. നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക്, ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. ഇത് ഗേറ്റ് 2003 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ഇൻക്രിമെന്റൽ ഫ്യൂവൽ കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിന്റെ അടുത്തതായിട്ട്. അപ്പൊ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവും ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാകാൻ പറ്റിയില്ലെങ്കിൽ. ഓക്കെ, അപ്പം ഈ 3 ഫ്യൂവൽ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, അതിന് മുന്നേ ഞാൻ ഒരു കോൺസെപ്റ്റ് കൂടെ ഒന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയാമോ? അതെ, മിനിമം ആണ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് കൂടിയാണ് ഇവിടെ എടുക്കുന്നത് നമ്മൾ. ഇനി ഒന്നുകൂടെ ഒന്ന് നോക്കാവോ? ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ ആ ഒരു രീതിയിലൊന്ന്? അത് തന്നെ. P3 = 300 ആയിട്ട് വരും. ഇത് കോസ്റ്റ് കർവ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇൻക്രിമെന്റൽ കോസ്റ്റ് ആണ്. നമ്മളിപ്പോ ഇൻക്രിമെന്റൽ കോസ്റ്റിന്റെ ടേംസിലല്ലേ ഇവിടെ എഴുതിയേക്കുന്നത്. ഇൻക്രിമെന്റൽ കോസ്റ്റ് ആണ് വിത്ത് മിനിമം ഇൻക്രിമെന്റൽ കോസ്റ്റ് ഇസ് ലോഡഡ് മോർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഇൻക്രിമെന്റൽ കോസ്റ്റ് കർവിൽ നമ്മൾ ഏറ്റവും മിനിമം ജനറേറ്റ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി നോക്കുക. അപ്പൊ നോക്കിയാൽ മിനിമം ആൻഡ് മാക്സിമം ലോഡ് ഓൺ ഈച്ച് യൂണിറ്റ് തന്നിട്ടുണ്ട്. 50 മെഗാവാട്ടും 300 മെഗാവാട്ടും ആൻഡ് ഓൾ ദ 3 പ്ലാന്റ്സ് ആർ ഓപ്പറേറ്റിംഗ് അറ്റ് ദ സെയിം ടൈം. അപ്പം ഏതൊരു പവർ പ്ലാന്റ് എടുത്താലും അറ്റ്ലീസ്റ്റ് 50 മെഗാവാട്ട് അത് ലോഡ് എടുക്കുന്നുണ്ട്. അപ്പം ഈ 3 പവർ പ്ലാന്റിൽ നമ്മൾ 50 ആണ് വിചാരിക്കുക, അതായത് അറ്റ് ദ മിനിമം കണ്ടീഷൻ.
മിനിമം കണ്ടീഷൻ എന്നുള്ള ഒരു പോയിന്റ് നോക്കുവാണെങ്കിൽ IC1ന്റെ വാല്യൂ IC1 മിനിമം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 പ്ലസ് 0.3 P1 മിനിമം ആണ്. P1 മിനിമം എന്നുള്ള മിനിമം വാല്യൂ ഞാൻ 15 ഇട്ടു. അപ്പം ഇത് എത്ര വരും? 0.3 ഇൻറ്റു 50 15 വരും. ബാക്കി 20 വരുമ്പോൾ 35 വരും. അതേപോലെ IC2 എടുക്കുക. IC2 മിനിമം, എല്ലാത്തിനെയും മിനിമം എന്ന് പറയുന്നത് 50 തന്നെയാണ്. 0.4 ഇൻറ്റു 50 എടുക്കുക. അപ്പോൾ ഇത് 50 വരും. ഇനി IC3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇതാണ്. അതിന്റെ ഫ്യൂൽ ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് എന്ന് പറയുന്നത് അത് 30 ആണ്. അപ്പൊ ഈ 3 പവർ പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറച്ച് ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് ഉള്ള പ്ലാന്റ് എന്ന് പറയുന്നത് IC3, അതായത് തേർഡ് പവർ പ്ലാന്റ് ആണ്. അപ്പൊ ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ പോയിന്റ് ഞാൻ ഒന്നുകൂടെ എഴുതാം. ജനറേറ്റർ വിത്ത് ദി ലോവസ്റ്റ് ഇൻക്രിമെന്റൽ കോസ്റ്റ് അല്ലെ ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് ഈസ് ലോഡഡ് മോർ, അല്ലെങ്കിൽ മോസ്റ്റ്. ഏറ്റവും കുറച്ച് ഇൻക്രിമെന്റൽ കോസ്റ്റ് ഉള്ള ജനറേറ്റർ ആണ് നമ്മൾ മാക്സിമം ലോഡ് ചെയ്യുന്നത്. കാരണം അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും കുറച്ച് കോസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് എത്ര മാക്സിമം പറ്റും എന്നുള്ളത് നമ്മൾ അതിന് മാക്സിമം കൊടുക്കും. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കത്തുള്ളൂ, ബാക്കി ഷെയർ അങ്ങോട്ട് കൊടുക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ P3 എന്നുള്ളത് P3യുടെ മാക്സിമം, ഏത് പവർ പ്ലാന്റ് ആണെങ്കിലും അതിന്റെ മാക്സിമം തന്നിട്ടുണ്ട് 300 മെഗാവാട്ട് ആണ്. അപ്പം പവർ പ്ലാന്റ് 3ന്റെ ആണ് ലീസ്റ്റ് ഇൻക്രിമെന്റൽ കോസ്റ്റ് ഉള്ളത്. അപ്പൊ ഇതിന് നമ്മൾ ഏറ്റവും കൂടുതൽ മാക്സിമത്തിൽ സെറ്റ് ചെയ്ത് വെക്കും. മാക്സിമം സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ബാക്കിയുള്ളതാണ് P1 പ്ലസ് P2 ഇസ് ഈക്വൽ ടു, ബാക്കി ഇനി എത്രയുള്ളത്? ടോട്ടൽ പവർ ഡിമാൻഡ് എന്ന് പറയുന്നത് 700 ആണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ 300 കുറയ്ക്കുക. ബാക്കി വരുന്നത് 400 മെഗാവാട്ട് ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റിന്റെ ഇക്വേഷൻ വെച്ച് ചെയ്യണം. അത് ഞാൻ ബാക്കി ചെയ്യാം. ജസ്റ്റ് ഈ പോയിന്റ് ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് 3 പവർ പ്ലാന്റിന്റെയും ഇൻക്രിമെന്റൽ ഫ്യൂവൽ കോസ്റ്റിന്റെ കർവ് ഇൻക്രിമെന്റൽ ഫ്യൂവൽ കോസ്റ്റിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. 20 പ്ലസ് 0.3 P1, 30 പ്ലസ് 0.4 P2, 30. അപ്പം ഈ പവർ പ്ലാന്റ് 3 ഒരേ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരേ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് 50 മെഗാവാട്ട് എങ്കിലും അത് ലോഡ് എടുക്കണം. അപ്പം ആ ഒരു മിനിമം കണ്ടീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് IC1 എന്ന് പറയുന്നത് 50 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 35 വരും ഇൻക്രിമെന്റൽ കോസ്റ്റ് അറ്റ് ദി മിനിമം കണ്ടീഷൻ. അപ്പൊ ഓരോന്നിന്റെ നമ്മൾ അങ്ങനെ ചെയ്തു. അപ്പം 35ഉം 50ഉം 30ഉം വന്നു. നമ്മൾ മിനിമം ഇട്ട് കൊടുത്തത് അറ്റ്ലീസ്റ്റ് ആ ഒരു എമൗണ്ട് എങ്കിലും വരും. ഇനി കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടത്തേ ഉള്ളൂ, അതിൽ കുറയാൻ പോകുന്നില്ല. അപ്പം ഈ ഒരു കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഒന്നാമത്തെ കാര്യം IC3 എന്ന് പറയുന്നത് 30 ആണ്. അതിപ്പോ നമ്മൾ മാക്സിമം 300 മെഗാവാട്ട് ആണ് വരിക. അപ്പൊ 300 മറ്റതിൽ രണ്ടിൽ ഇട്ട് കഴിഞ്ഞാലും മറ്റത് രണ്ടും കൂടുന്നതല്ലാണ്ട് കുറയാനൊന്നും പോകുന്നില്ല. IC3ന്റെ വാല്യൂ ആയിരിക്കും എപ്പോഴും കുറഞ്ഞു നിൽക്കുക. അപ്പൊ ആ ഒരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മിനിമം കണ്ടീഷൻ മാത്രമേ ഇട്ട് കൊടുത്തു നോക്കിയുള്ളൂ അതിനകത്ത്. അപ്പം അവിടുന്ന് നമുക്ക് കിട്ടുന്ന പോയിന്റ് ആണ് ജനറേറ്റർ വിത്ത് ദി യൂസ് ചെയ്യേണ്ട പോയിന്റ് ആണ് ജനറേറ്റർ വിത്ത് ദി ലോവസ്റ്റ് ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ലോഡ് ചെയ്യണം. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തേർഡ് പവർ പ്ലാന്റിനാണ് ഏറ്റവും കുറച്ച് ഇൻക്രിമെന്റൽ കോസ്റ്റ് ഉള്ളത്. അപ്പൊ ഏറ്റവും കുറച്ച് ഇൻക്രിമെന്റൽ കോസ്റ്റ് ഉള്ള ജനറേറ്റർ നമ്മൾ മാക്സിമം ലോഡ് ചെയ്യുക. അപ്പൊ അതിന്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 300 മെഗാവാട്ട് ആണ് അതിന്റെ മാക്സിമം കപ്പാസിറ്റി. അപ്പൊ അത്രയും അത് ലോഡ് ചെയ്യുക. ബാക്കി നമ്മൾ ആ ഇൻക്രിമെന്റൽ കോസ്റ്റിന്റെ ഇക്വേഷൻ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അത് ചിലപ്പം ഇങ്ങനെ ഇപ്പൊ ഓരോ ഇതിലും കോമ്പറ്റീഷൻ ഇങ്ങനെ ടഫായി വരുവാണല്ലോ. അപ്പം ചിലപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഒന്ന് ടഫ് ആക്കുവാണെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ഒരു പോയിന്റ് വെച്ച് അവർക്ക് ക്വസ്റ്റ്യൻ ഇടാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ നമുക്ക് ബാക്കി എങ്ങനെയാണെങ്കിൽ 400 മെഗാവാട്ട് ആണ് ഇനി പവർ പ്ലാന്റ് P1ലും P2ലും വെച്ച് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം. 20 പ്ലസ് 0.3 P1 ഉണ്ട്, 30 പ്ലസ് 0.4 P2 ഉണ്ട്. ഓക്കെ, അപ്പൊ ആ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യാം. അപ്പം
ഇനി നമുക്കറിയാം ഇത് രണ്ടും കൂടെ പവർ പ്ലാന്റ് P1 ഉം P2 കൂടെ ലോഡ് ചെയ്യേണ്ടത്, ലോഡ് എടുക്കേണ്ട ലോഡാണ് 400 MW. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഇക്വേഷൻ 4 ആയിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ ആയി, രണ്ട് വേരിയബിളും ഉണ്ട്. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പം ഏത് ഓപ്ഷനാണ് കിട്ടിയത്? ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ടി വരുമോ ഇതില്? ഇല്ലാണ്ട് തന്നെ ചെയ്യായിരിക്കും. എന്നാലും നിങ്ങൾ ക്വസ്റ്റ്യൻ PSCയുടെ ഇതിൽ വരുമ്പം ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനെ വരുള്ളൂ. A&D ഓപ്ഷൻ സെയിം ആണോ? ഓക്കെ, A&D ഓപ്ഷൻ സെയിം ആണ്. അപ്പൊ നേരത്തെ ആരെങ്കിലും D പറഞ്ഞായിരുന്നോ? സ്മിജു പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ, അപ്പം രണ്ട് ഓപ്ഷൻ സെയിം ആണ്. അതിനകത്ത് ടൈപ്പിംഗ് മിസ്റ്റേക്കാ. തൽക്കാലം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് ജസ്റ്റ് തിരിച്ചറിയാൻ വേണ്ടി അതിനകത്ത് ഒന്ന് മാറ്റിയിട്ടേക്കാം, കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് P1 എന്ന് പറയുന്നത് 242.86 MW, P2 എന്ന് പറയുന്നത് 157.14 MW കിട്ടും. ഇത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു സെയിം കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഇത് ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തതിലും മിക്ക ക്വസ്റ്റ്യനിലും ചോദിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇക്വേഷൻ വെച്ചാണ് ചോദിക്കാറ്. അപ്പം ഒരു ചേഞ്ചിന് വേണ്ടി ചിലപ്പോൾ ഒരു ഗ്രാഫ് വെച്ച് ചോദിക്കാം. ആ ഇക്വേഷൻ തരുന്നതിന് പകരം ഒരു ഗ്രാഫ് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ചോദിക്കാം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇതും ഗേറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഗേറ്റ് 2007 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാനൊന്ന് പറയാം. ഒരു 7:55 ആകുമ്പോഴത്തേക്ക് ഞാൻ പറയാമേ. അതിന് മുന്നേ ആൻസർ കിട്ടുവാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ ഉടനെ തന്നെ ഒന്ന് ചാറ്റിലിടുക കേട്ടോ.
ചെയ്ത് നോക്കാം. ഇപ്പൊ നിങ്ങൾ ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റ് നമ്മളിപ്പം കുറെ പ്രോബ്ലം ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇൻക്രിമെന്റൽ ഫ്യൂൽ കോസ്റ്റിൽ നമ്മൾ എഴുതിയ ഇക്വേഷൻ എന്നൊക്കെ പറയുന്നത് ഓരോ പവർ പ്ലാന്റിലും. അപ്പൊ ഇതിന്റെ ഫോർം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തുടക്കം നമ്മൾ നോക്കിയായിരുന്നു. എങ്ങനെയായിരുന്നു അത്? ഇത് നോക്കിയാലും നോക്കാം. y ഈക്വൽ ടു mx പ്ലസ് സി എന്നൊരു ആ ഒരു ഫോമിലാണ് ഇതെല്ലാം കിടക്കുന്നത് അല്ലെ. അപ്പൊ ഈ തന്നിരിക്കുന്ന ലൈനും നമ്മൾ അതേപോലെ y ഈക്വൽ ടു mx പ്ലസ് സി എന്ന് പറയുന്ന ഒരു ലൈൻ പോലെയാണ്. അപ്പം ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം നമ്മൾ രണ്ട് കർവും ഏകദേശം ഒരേപോലെ തന്നെ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ അത് ഈക്വൽ ആയിട്ട് ഇടയ്ക്ക് തോന്നുമായിരിക്കും. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് കണ്ടുപിടിക്കണം. ഒന്ന്, അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. രണ്ട്, കണ്ടുപിടിക്കേണ്ടത് ഈ കർവ് രണ്ടും കൂടെ നമ്മൾ ആദ്യം ഒറ്റ ഗ്രാഫിൽ വരച്ച് നോക്കുക. അപ്പൊ അത് എങ്ങനെ നിൽക്കുന്നതെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പൊ ആദ്യം ജസ്റ്റ് സ്ലോപ്പ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സ്ലോപ്പ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ ഒരൊറ്റ ഗ്രാഫിലൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ y ആക്സിസ് ബൈ ചേഞ്ച് ഇൻ x ആക്സിസ് ആണ്. അപ്പം ഫസ്റ്റ് ജനറേറ്ററിന് വരുമ്പം അപ്പൊ ചേഞ്ച് ഇൻ y ആക്സിസിൽ മാറുന്നത് ഇത്രയാണ് അല്ലെ. y ആക്സിസിൽ ഇത്രയാണ് മാറി, അതായത് 600 മൈനസ് 450 ഡിവൈഡഡ് ബൈ x ആക്സിസിൽ മാറിയത് 450 മൈനസ് 200 ആണ്. അപ്പൊ അത് 150 ബൈ 250 ആയിരിക്കും സ്ലോപ്പ്. കറക്റ്റാ. അപ്പൊ അതേപോലെ ജനറേറ്റർ സിംപ്ലിഫൈ ചെയ്യാം. 50 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 3/5 എന്ന് വരും. ഓക്കെ, ഇനി ജനറേറ്റർ ബി എടുക്കുക. ജനറേറ്റർ ബി എടുത്താൽ അവിടുത്തെ സ്ലോപ്പ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. അപ്പം വൈയിലെ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ്, 800 മൈനസ് 650 ഡിവൈഡഡ് ബൈ എക്സിലെ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 മൈനസ് 150 ആണ്. 400 മൈനസ് 150. അപ്പൊ അവിടെ മേളിൽ 150 വരും, താഴെ 250 വരും. അപ്പൊ ഇത് രണ്ടിന്റെയും സ്ലോപ്പ് സെയിം ആണ്. അതായത് നമ്മൾ ഈ രണ്ട് ലൈനും പാരലൽ ആയിട്ടാണ് വരുന്നത് അല്ലെ. സ്ലോപ്പ് സെയിം ആകുമ്പോഴത്തേക്ക് രണ്ട് ലൈനും പാരലൽ ആയിട്ട് വരും. സ്ലോപ്പ് പാരലൽ ലൈൻസിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടും കൂടെ ഒരൊറ്റ ഗ്രാഫിൽ നിന്ന് വരയ്ക്കുക. അന്നേരം നിങ്ങൾക്ക് അത് കറക്റ്റ് അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയിക്കോളും. അപ്പം 450, 600, 650, 800 ഇത്രയും 4 പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കർവ് എന്ന് പറയുന്നത് 200 450 വരെ. 450 ആകുമ്പോൾ അത് 600 എത്തി. ഓക്കെ, ഇതാണ് ആദ്യത്തെ ജനറേറ്റർ എന്റെ കർവ്. ജനറേറ്റർ ബിയുടെ കർവ് വരുമ്പം 150 400 വരെ വരും അല്ലെ. 400 ആകുമ്പോൾ അത് 800 എത്തി. ഞാൻ കർവ് ഒന്നുകൂടെ വരയ്ക്കാം. നമുക്ക് സ്ലോപ്പ് രണ്ടിന്റെയും, ജനറേറ്റർ എന്റെയും ജനറേറ്റർ ബിന്റെയും സ്ലോപ്പ് കിട്ടിയത് സെയിം ആയിരുന്നു, 3/5 ആയിരുന്നു കിട്ടിയത്. ഓക്കെ, അപ്പൊ ആ കർവ് ഒന്നുകൂടെ വരയ്ക്കാം.
ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കർവ് കിട്ടിയത് അല്ലെ. അപ്പം ഈ രണ്ട് കർവ് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇത് ജനറേറ്റർ എ, ഇത് ജനറേറ്റർ ബി. ഓക്കെ, അപ്പൊ ഇത് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഏത് കർവിനാണ് മിനിമം അല്ലെങ്കിൽ ലോവസ്റ്റ് ഇൻക്രിമെന്റൽ കോസ്റ്റ് ഉണ്ട് നോക്കുക. ഏത് കർവിനാ, ജനറേറ്റർ എയിനാണോ ജനറേറ്റർ ബിനാണോ ഇൻക്രിമെന്റൽ കോസ്റ്റ് കുറവുള്ളത് കൂടുതലുള്ള, ഏതിനേറ്റവും കുറവുള്ളത്? അതെ, കാരണം നമ്മൾ ആ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കാരണം സ്ലോപ്പ് സെയിം ആണ്. അപ്പൊ തുടക്കം അതിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മനസ്സിലാവും അതിന്റെ ജനറേറ്റർ എയിനാണ് ഏറ്റവും ലോവസ്റ്റ് കമ്പാരിറ്റീവ്ലി ലോവർ ഇൻക്രിമെന്റൽ കോസ്റ്റ് ഉള്ളതാണ്. അപ്പം ആ ഒരു പോയിന്റ് നമുക്ക് നോട്ട് ചെയ്യാം. ജനറേറ്റർ എ ഹാസ് ലോവർ ഇൻക്രിമെന്റൽ കോസ്റ്റ്. അപ്പം നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റർ വിത്ത് ദി ലോവർ അല്ലെ ലോവസ്റ്റ് ഇൻക്രിമെന്റൽ കോസ്റ്റ് മസ്റ്റ് ബി ലോഡഡ് മോർ. അപ്പൊ അതാണ് നമ്മുടെ പോയിന്റ്. അപ്പം ജനറേറ്റർ എന്റെ മാക്സിമം എന്ന് പറയുന്നത് ഇപ്പൊ ഇതിനകത്ത് തന്നിട്ടുണ്ട് 450 വരെ അതിന് മാക്സിമം ജനറേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് 450 മാക്സിമം വരുന്നത് ഓപ്ഷൻ സിയിലാണ്. അപ്പൊ ബാക്കി നമ്മൾ ജനറേറ്റർ ബിന് കൊടുത്താൽ മതി. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ നോക്കിയാലും ഓപ്ഷൻ ബി നോക്കിയാലും കൂടുതൽ എയിന് തന്നെ കൊടുത്തേക്കുന്നത്. കാരണം ഓപ്ഷൻ എയിൽ 400 കൊടുത്തിട്ടുണ്ട്, കമ്പാരിറ്റീവ്ലി മറ്റതിന് 300 കൊടുത്തിട്ടുള്ളൂ. ഓപ്ഷൻ ഡി നോക്കിക്കഴിഞ്ഞാൽ 425 എയിനും 275 ബിനും കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും എക്കണോമിക്കൽ തന്നെയാണ്, പക്ഷെ കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ ഏറ്റവും മാക്സിമം ആണ് നമ്മൾ എയിനെ ലോഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ 450 തന്നെ, അതായത് എയിന്റെ മാക്സിമം കപ്പാസിറ്റി തന്നെ നമ്മൾ ലോഡ് ചെയ്യുക. അന്നേരം നമുക്ക് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അന്നേരം ബാക്കി വരുന്ന എത്രയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അടുത്ത ജനറേറ്ററിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം അതിനകത്തുള്ള എല്ലാ പോയിന്റും നമ്മൾ നോക്കിയിട്ടുണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു ഒരു ക്വസ്റ്റ്യനോടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് അടുത്ത ഒരു ലോസ് വെച്ചുള്ള ഒരു ഇതൂടെ നോക്കാം നമുക്ക്. അപ്പോൾ പവർ സിസ്റ്റം ഹാസ് 2 ജനറേറ്റേഴ്സ്. അപ്പോൾ ഓരോന്നിന്റെയും കോസ്റ്റ് കർവ് തന്നിട്ടുണ്ട്, മിനിമം ലിമിറ്റും മാക്സിമം ലിമിറ്റും തന്നിട്ടുണ്ട്. ലോഡ് ഡിമാൻഡ് തന്നിരിക്കുന്നത് 600 മെഗാവാട്ട് ആണ്. അപ്പം ലോസ് നെഗ്ലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം അതിന്റെ ഒപ്റ്റിമൽ ജനറേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓരോ ജനറേറ്ററിനും. ഇപ്പൊ ഫസ്റ്റ് പവർ പ്ലാന്റിന്റെ ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് dF1/dP1 ആണ്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0.012 P1 പ്ലസ് 8 വരും. രണ്ടാമത്തേന്റെ dF2/dP2 അത് ചെയ്തു വരുമ്പം 0.012 P1 പ്ലസ് 7 വരും. ഓക്കെ, രണ്ടും കൂടെ സപ്ലൈ ചെയ്യേണ്ടത് P1 പ്ലസ് P2 ഇസ് ഈക്വൽ ടു 600 ആണ്. ഇനി ഇക്വേഷൻ 2ഉം 3യും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പം ഇതാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മിനിമം കോസ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ. 0.012 P1 പ്ലസ് 8 ഇസ് ഈക്വൽ ടു 0.012 P2 പ്ലസ് 7. അപ്പം 0.012 P1 മൈനസ് 0.012 P2 ഇസ് ഈക്വൽ ടു -1 എന്ന് വരും. ഇത് നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ
0.012 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.012 P1 പ്ലസ് 0.012 P2 ഇസ് ഈക്വൽ ടു 600 ഇൻറ്റു 0.012 ചെയ്യുക. അപ്പം 7.2 വരും അല്ലേ? ഇനി ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0.024 P1 ഇസ് ഈക്വൽ ടു 6.2 വരും. അപ്പം അതിൽ നിന്ന് സോൾവ് ചെയ്ത് വരുമ്പം അതിൽ കാൽക്കുലേറ്ററിൻ്റെ ഒരു ആവശ്യം വരുന്നുണ്ട്. അതിനകത്ത് P1ൻ്റെ വാല്യൂ കിട്ടിയത് 258. P1 258 അല്ലേ കിട്ടിയത്? ആ 258.33 മെഗാവാട്ട് വരും. P2 വരുന്നത് ബാക്കി 600 നിന്ന് അത് കുറച്ച് ബാക്കി വരുന്നത് 341.67 മെഗാവാട്ട് വരും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിനിയും നമ്മൾ ഇത്രയും നേരം നോക്കിയ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നോക്കിയതാ കണ്ടീഷൻ ഫോർ എക്കണോമിക് ലോഡ് ഡിസ്പാച്ചിൽ ട്രാൻസ്മിഷൻ ലൈൻ ലോസ് നമ്മൾ നെഗ്ലക്ട് ചെയ്താണ് നമ്മൾ ഇത്രയും നേരം ഈ കാൽക്കുലേഷൻ ചെയ്തത്. അപ്പോൾ അതിനകത്ത് എവിടെ വ്യത്യാസം വരാൻ പോകുന്നത് ഞാൻ ഡെറിവേഷൻ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഡെറിവേഷൻ ഇവിടെ വരെ നമ്മൾ സെയിം ആയിട്ടാണ് എടുത്തത്. ഇത് കഴിഞ്ഞാണ് നമ്മൾ ആ ലോസിൻ്റെ കാര്യം കൂടെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറേഷൻ എന്ന് പറയുന്നത് PG ഇസ് ഈക്വൽ ടു നമ്മുടെ ഡിമാൻഡും നമ്മുടെ ലോസും. അപ്പോൾ നമ്മളിവിടെ കേസ് 2 നമ്മൾ കൺസിഡറിങ് ട്രാൻസ്മിഷൻ ലോസസ്. ഇതാണ് നമ്മൾ ഈ കേസിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. പെനാൽറ്റി ഫാക്ടർ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് അതിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂസ് അത് കൂടുതൽ നിന്നാൽ നല്ലതാണോ കുറച്ച് നിൽക്കുന്നതാണോ നല്ലത്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ അതിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് നമ്മൾ ട്രാൻസ്മിഷൻ ലോസ് എടുക്കുമ്പോൾ ഉള്ള ഒരു കണ്ടീഷൻ വെച്ചാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതിൽ ഒരു ഭാഗം ചെറിയൊരു ഭാഗം നമ്മൾ ലോസ് ആയിട്ട് പോവും, ബാക്കിയുള്ള ഒരു മേജർ പോർഷനാണ് നമ്മുടെ ഡിമാൻഡ് അല്ലെങ്കിൽ ലോഡിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ PG is equal to PD plus PL എന്ന് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ആദ്യത്തെ എഴുതിയ ഇക്വേഷനിൽ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ ലോസ് നെഗ്ലക്ട് ചെയ്താണ് എഴുതിയത്. അപ്പം നമ്മൾ എഴുതുന്ന ഇക്വേഷനിൽ ഇപ്പോൾ എഴുതാൻ പോകുന്ന ഇക്വേഷനിൽ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ ലോസും കൂടെ കൺസിഡർ ചെയ്താണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എങ്ങനെ വരുമെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ PD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇതിൽ നിന്ന് PD is equal to PG മൈനസ് PL അല്ലേ? അല്ലെങ്കിൽ നമുക്ക് PD മൈനസ് ഇങ്ങനെ എഴുതാം അല്ലേ? ഓക്കെ, അതിനകത്ത് മൈനസ് വരും ബ്രാക്കറ്റിൽ. ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ?
വോയിസ് ബ്രേക്ക് ആയോ ഇടയ്ക്ക്? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞത് ഇത്രയാണ്. നമ്മൾ ആദ്യത്തെ കേസിൽ നമ്മൾ ജനറേഷനും ഡിമാൻഡും സെയിം ആയിട്ടുള്ള കണ്ടീഷനാണ് എടുത്തത്. അതിനകത്ത് ട്രാൻസ്മിഷൻ ലൈൻ ലോസ് എടുത്തിട്ടില്ല. അപ്പം രണ്ടാമത്തെ കേസ് നമ്മൾ എടുക്കുന്നതിൽ ട്രാൻസ്മിഷൻ ലൈൻ ലോസ് കൺസിഡർ ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പം അതിനകത്ത് അകത്ത് വരുന്ന ആ ഒരു പി ഡി മൈനസ് പി ജി ഐന് പകരം നമ്മൾ പി ഡി മൈനസ് പി ജി മൈനസ് പി എൽ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും നമ്മൾ എഴുതാൻ പോകുന്നത്. അതാണ് അവിടെ വരുന്ന ഡിഫറൻസ്. അപ്പോൾ നമ്മൾ കൺസിഡറിങ് ട്രാൻസ്മിഷൻ ലോസസ്, നമ്മുടെ ഇക്വേഷൻ ടോട്ടൽ ഫ്യൂൽ കോസ്റ്റിന്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും ടോട്ടൽ ഫ്യൂവൽ കോസ്റ്റിന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഈ ഇക്വേഷന് ഈ പി എല്ലിനൊക്കെ കുറെ ഡെറിവേഷൻ ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ നേരത്തെ എന്ത് ചെയ്ത് നമ്മൾ മിനിമൈസ് ചെയ്യണമെങ്കിൽ, എന്ത് സാധനം മിനിമൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഫ്യൂവൽ കോസ്റ്റ്, ടോട്ടൽ ഫ്യൂവൽ കോസ്റ്റ് നമ്മൾ മിനിമൈസ് ചെയ്ത് വെക്കണം. അതാണ് നമ്മുടെ എയിം എന്ന് പറഞ്ഞത്. അപ്പം മിനിമൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പം ഇതിപ്പം ടോട്ടൽ ഫ്യൂവൽ കോസ്റ്റിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു പ്ലാന്റ് P1 ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്ന് ജസ്റ്റ് ഞാനൊന്ന് ആദ്യം ഒന്ന് സിഗ്മാന്റെ ടേം ഒന്ന് മാറ്റിയേക്കാം. അപ്പോൾ എഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to n ആണ്. അതിനെ സിഗ്മ മാറ്റുമ്പോഴത്തേക്ക് F1 പ്ലസ് F2 FN വരും. അതേപോലെ പി ജി ഐൻ്റെ ഇത് മാറ്റുമ്പോഴത്തേക്ക് PG1 പ്ലസ് PG2 പ്ലസ് എക്സെട്ര PGN വരും, മൈനസ് PL. ഓക്കെ, ഇനി ഇത് dF1/dPG1 ചെയ്യുവാണ്. അന്നേരം നമ്മൾ പറഞ്ഞു, അതായത് റൈറ്റ് സൈഡിനെ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യണം? DFT ആണ്, DFT/dPG1. റൈറ്റ് സൈഡിനെ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു PG1. അപ്പോൾ നമ്മൾ ഓരോ ടേം എടുത്ത്, ആദ്യം F1 എടുത്തു, F2 എടുത്തു, പിന്നെ അങ്ങനെ FN എടുത്തു. ഓരോ ടേമിനെ നമ്മൾ എടുത്ത് PG1 വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ F1നെ PG1 വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടേമാണ് dF1/dPG1. അടുത്ത ടേം എടുക്കുമ്പോഴത്തേക്ക് അത് 0 ആയി പോകും. കാരണം സെക്കൻഡ് പവർ പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് ഫസ്റ്റ് പവർ പ്ലാന്റിന്റെ ജനറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പവർ പ്ലാന്റിലെ കോസ്റ്റ് ആണ്. PG1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പവർ പ്ലാന്റിലെ ജനറേഷൻ ആണ്. അതായത് സെക്കൻഡ് പവർ പ്ലാന്റിലെ കോസ്റ്റ് F2 എന്ന് പറയുന്നത് ഫസ്റ്റ് പവർ പ്ലാന്റിന്റെ ജനറേഷൻ PG1നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം ഈ ബാക്കിയുള്ള ഇതിനകത്ത് വരുന്ന ടേം എല്ലാം 0 ആയി പോകും. ഇനി ലാംഡ ഇൻറ്റു PD നമ്മൾ ഒരു ഇതിനകത്ത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ചെയ്യുന്ന സമയത്ത് ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് മാറുമ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ചെയ്യണം. അപ്പം ചെയ്യുന്ന ആ ഇൻസ്റ്റന്റിൽ നമ്മൾ ജനറേഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ ഒരു ടേമും 0 ആയിരിക്കും, PD വിത്ത് റെസ്പെക്ട് ടു PG1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ അകത്തെ വരുമ്പോഴത്തേക്ക് PG1 വിത്ത് റെസ്പെക്ട് ടു PG1 ചെയ്യുമ്പോൾ അവിടെ 1 വരും. ബാക്കി എല്ലാം ഈ ടേംസ് എല്ലാം 0 ആയി പോകും. ഇനി വരുന്നത് ലോസിന്റെ ടേം ആണ്. ഈ ലോസിന്റെ ടേമും നമ്മുടെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ലോസ് കൺസിഡർ ചെയ്യുന്നത്. ഈ ട്രാൻസ്മിഷൻ ലൈൻ ലോസിന്റെ ടേം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ അതിന്റെ ഡെറിവേഷനും അതിന്റെ ഡെറിവേറ്റീവും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് dPL/dPG1 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഈക്വൽ ടു 0 ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് നമുക്ക് മിനിമം ഫോർ മിനിമം ഫ്യൂവൽ കോസ്റ്റ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ ഈക്വൽ ടു 0 ഇടണം. ഇനി നമ്മൾ ഈക്വൽ ടു 0 ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഡെറിവേഷന്റെ ഇക്വേഷൻ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് dFn/dPn ഇസ് ഈക്വൽ ടു, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം അങ്ങോട്ട്. ഓക്കെ, അപ്പൊ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം ആദ്യം. അപ്പോൾ dF1/dPG1 ഇസ് ഈക്വൽ ടു, ഈ ലാംഡയും മൈനസ് ഈ ടേംസ് എല്ലാം അപ്പുറത്തോട്ട് പോകും.
അപ്പോൾ ലാംഡ ഇൻറ്റു 1 മൈനസ് ഡി പി എൽ ബൈ ഡി പി ജി വൺ എന്ന് വരും. അതിൽ ലാംഡ ഇസ് ഈക്വൽ ടു ഡി എഫ് വൺ ബൈ ഡി പി ജി വൺ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഡി പി എൽ ബൈ ഡി പി ജി വൺ എന്ന് വരും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ലാംഡയുടെ ഇതിൽ ജസ്റ്റ് ഡി എഫ് വൺ ബൈ ഡി പി ജി വൺ എന്നുള്ളൊരു ടേം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതിൻ്റെ അടിയിൽ ഒരു ഡിനോമിനേറ്റർ ഒരു ടേം കൂടെ വന്നു, 1 മൈനസ് ഡി പി എൽ ബൈ ഡി പി ജി വൺ. ഓക്കെ, ഈ 1 ബൈ 1 മൈനസ് ഡി പി എൽ ബൈ ഡി പി ജി, അതായത് നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ ഒരു ടേം വന്നത്, ആ ടേമിനെയാണ് നമ്മൾ പെനാൽറ്റി ഫാക്ടർ എന്ന് പറയുന്ന ടേം. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് എഴുതുവാണെങ്കിൽ നമ്മൾ ഡി എഫ് എൻ ബൈ ഡി പി എൻ എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു 1 മൈനസ് ഡി പി എൽ ബൈ ഡി പി ജി എൻ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ ഈ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ലോസ് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജനറലി നമ്മുടെ ലാംഡയുടെ വാല്യൂ വരുന്നത് എങ്ങനെയായിരിക്കും? ആ എഫ് വൺ പി ജി വണ്ണിന് പകരം എന്നിന്റെ ടേംസിൽ എഴുതിയാൽ മതി. അപ്പം ജനറലി ലാംഡ ഇസ് ഈക്വൽ ടു ഇതിൽ നമ്മുടെ ട്രാൻസ്മിഷൻ ലോസ് ഡി പി എൽ ബൈ ഡി പി എൻ എന്ന് പറയുന്നത് ഇൻക്രിമെന്റൽ ട്രാൻസ്മിഷൻ ലോസ് ആണ് അറ്റ് എന്ത് പവർ പ്ലാന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ ലോസ് വരുമ്പോൾ നമ്മുടെ ഫോർമുല മാറുന്നത് ഇങ്ങനെയാണ് മാറുന്നത്. ഓക്കെ, ആ പെനാൽറ്റി ഫാക്ടറിന്റെ ടേം കൂടെ വരും. ഇനി അതിനകത്ത് ജസ്റ്റ് നമ്മളിപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻ ലോസ് എടുത്തല്ലോ, അതിനകത്ത് പി എൽ എന്ന് പറയുന്ന ടേം എടുത്തതിന്റെ ഒരു ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്. അപ്പൊ ഡെറിവേഷൻ നമുക്ക് നോക്കേണ്ട, അത് അത്യാവശ്യം കുറച്ച് ആണ്, അത് പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള ഫോർമുല മാത്രം എടുത്താൽ മതി. അപ്പൊ ഫോർമുലയും കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ ലോസ് എടുത്തത് പി എൽ എന്ന് പറയുന്ന ടേം ആണ് നമ്മൾ എടുത്തത്. അപ്പൊ നമുക്ക് എൻ പവർ സിസ്റ്റം എൻ ബസ് ഉള്ള ഒരു പവർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലോസിന്റെ ഫോർമുല കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചാണ്. ഓക്കെ, ബി എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞാൽ സസെപ്റ്റൻസ് ആണ്. നമ്മൾ നെറ്റ്വർക്കിൽ പഠിച്ച ആ ടേമാണ് സസെപ്റ്റൻസ്, ആ ടേമാണ് ബി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ട്രാൻസ്മിഷൻ ലൈൻ ഇപ്പം എത്ര ബസ് കണക്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എല്ലാം കണക്ഷൻ നോക്കിയിട്ടാണ്, അതിന്റെ എല്ലാം ഇന്റർ കണക്ഷൻ നോക്കിയിട്ടാണ്. സപ്പോസ് ഒരു 3 ബസ് പവർ സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് 3 ബസ് ഉള്ള ഒരു പവർ സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ബസ് 1, ഇത് ബസ് 2, ഇത് ബസ് 3. അപ്പൊ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ബൈ ട്രാൻസ്മിഷൻ ലൈൻ ആണ്. ഇത് റെസിസ്റ്റൻസ് R1 ആ ട്രാൻസ്മിഷൻ ലൈനിലെ, ഇത് റെസിസ്റ്റൻസ് R2, ഇത് റെസിസ്റ്റൻസ് R3. ഇവിടെ ഇതാണ് നമ്മുടെ ലോഡ് എന്ന് പറയുന്നത്, പി ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജനറേറ്റർ G1, ഇത് ജനറേറ്റർ G2. നമുക്ക് ഈ ഒരു 3 ബസ് പവർ സിസ്റ്റത്തിൽ 2 ജനറേഷനും ഒരു ലോഡും ആണ് ഉള്ളത്. അപ്പൊ ആ ജനറേഷനും ഈ ലോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ആ ഡിസ്റ്റൻസ് ആണ് ഈ ട്രാൻസ്മിഷൻ ലൈൻ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. അതാണ് ആ ട്രാൻസ്മിഷൻ ലൈനിന്റെ റെസിസ്റ്റൻസ് ആണ് ഈ I1 എന്ന് പറഞ്ഞിട്ടേക്കുന്നത്, സോറി R1, R2, R3 എന്ന് പറഞ്ഞിട്ടേക്കുന്നത്. അപ്പം അതിലേക്കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓരോന്നിലൂടെ I1, ഇതിലൂടെ I2, ഇതിലൂടെ I3 എന്ന് പറയുന്നത് ഈ 2 കറണ്ടും കൂടെ വരുന്നതുകൊണ്ട് ഞാൻ I1 പ്ലസ് I2 എന്ന് ഇട്ടു. അപ്പം ഈ ഓരോ ട്രാൻസ്മിഷൻ ലൈനിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ലോസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഡിറൈവ് ചെയ്ത് എഴുതിയ ഫോർമുലയാണ് ഈ PL is equal to
സിഗ്മ ഐ ഈക്വൽ ടു 1 to n, ജെ ഈക്വൽ ടു 1 to n, ബി ഐ ജെ, പി ഐ ജെ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ലോസ് കൺസിഡർ ചെയ്തിട്ട് ഓരോ ഇന്റർ കണക്ഷൻ ഈ പ്ലാന്റിന്റെ തമ്മിൽ ബസ് തമ്മിൽ ഇന്റർ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ബി ഐ ജി എന്നുള്ള ടേം അതിനകത്ത് വരുള്ളൂ. ഐത്ത് ബസ്സും ജെത്ത് ബസ്സും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ആ സസെപ്റ്റൻസ്, ആ ലൈനിന്റെ സസെപ്റ്റൻസ് ആണ് ഈ ബി എന്ന് പറഞ്ഞു വരുന്ന ടേം. അപ്പൊ അത് കണക്ഷൻ ഇല്ലെങ്കിൽ, അതായത് ഇപ്പൊ ഇതിനകത്ത് ബസ് 1ഉം ബസ് 3യും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇനി ബസ് 1ഉം വേറൊരു ബസ് 4 ഉണ്ട്, ഇവിടെ ഈ ബസ് 2 ആയിട്ട് ഇവിടെ ഒരു കണക്ട് ചെയ്ത ഒരു ബസ് ഉണ്ടെന്ന് വിചാരിക്കുക, ബസ് 4. അപ്പൊ ഇവിടെ ബസ് 1ഉം ഇതാണ് ബസ് 1, ബസ് 1ഉം ഇത് ബസ് 4 ഇത് തമ്മിൽ കണക്ഷൻ ഇല്ല. അപ്പൊ അവിടെ B14 എന്ന് പറയുന്ന ടേം വരുവാണെങ്കിൽ അത് 0 ആയി പോകും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് ഐ ജെ എന്ന് പറയുന്നത് ഐത്ത് ബസ്സും ജെത്ത് ബസ്സും ആണ് ഈ ജെ ഐയും ടേംസ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇന്റർ കണക്ഷൻ വരുമ്പോഴേ ആ ബി എന്ന് പറയുന്ന ടേമിന് വാല്യൂ ഉണ്ടാവുള്ളൂ. ഇന്റർ കണക്ഷൻ ഇല്ലെങ്കിൽ അതിന് വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ഇതിന്റെ ഒരു സെക്കൻഡ് വരെ ചോദിക്കുള്ളൂ. n is equal to 2 വരെയൊക്കെ ചോദിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വലിയ ഇക്വേഷൻ ആയിട്ട് മാറും. അപ്പൊ 2 ബസ്സുള്ള പവർ സിസ്റ്റം ആകുമ്പോഴത്തേക്ക് അതിന്റെ ലോസിന്റെ ഇക്വേഷൻ ഒന്ന് നിങ്ങളൊന്ന് എഴുതിയിട്ടൊന്ന് ചാറ്റിലിടാവും. നിങ്ങൾ റഫായിട്ടൊന്ന് ഇതില് പി എല്ലിന്റെ ഇക്വേഷനിൽ എന്നിന് പകരം 2 ഇട്ടിട്ട് ആ സിഗ്മ ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. അന്നേരം കിട്ടുന്ന ആ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്തിട്ട് ഒന്ന് ചാറ്റിലിടുക. എന്നിട്ട് ഞാനത് ഒന്നുകൂടെ ഒന്ന് ചെയ്തു തരാം. ഓക്കെ, എന്നിട്ട് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റിലിടുക കേട്ടോ. അപ്പൊ ആദ്യം ഈ സിഗ്മ ഓപ്പൺ ചെയ്യുക. അപ്പൊ നമുക്ക് 2 ടേംസ് വരും. എന്നിട്ട് രണ്ടാമത്തെ സിഗ്മ ഓപ്പൺ ചെയ്യുക. ഓക്കെ, കിട്ടി, എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ സിഗ്മ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ജെ ഈക്വൽ ടു 1 to 2, ഐ അതേപോലെ തന്നെ വെക്കുക. ജെയിന്റെ ടേംസ് മാത്രം നമ്മൾ മാറ്റിയാൽ മതി. ഓക്കെ, അപ്പൊ ഐ അതേപോലെ വെച്ചിട്ട് ആദ്യത്തെ ടേം ജെയ്ക്ക് 1 കൊടുക്കുക. പി ഐ ജെയ്ക്ക് 1 കൊടുക്കുമ്പം പി 1 വരും. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ ജെ ഈക്വൽ ടു 2 ഇട്ട് കൊടുക്കുക, ഐ അതേപോലെ തന്നെ വെച്ചിട്ട്. അപ്പൊ ഇതാണ് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ കിട്ടിയത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐക്ക് 1ഉം ഐക്ക് 2 ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ ഐക്ക് 1 ഇട്ട് കൊടുക്കുമ്പം B11 P1 P1. അടുത്ത ടേമിലും കൂടെ ഐക്ക് 1 ഇട്ട് കൊടുക്കുക. B12 P1 P2. അപ്പൊ ഐക്ക് 1 നമ്മൾ ഇട്ട് കൊടുത്തു രണ്ടിലും. ഇനി ഐക്ക് 2 ഇട്ട് കൊടുക്കുക. B22 P2 P2. ഈ P2 P2ഉം P1 P1 നമ്മൾ സ്ക്വയർ ടേംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പം B11 P1 സ്ക്വയർ. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ B12 P1 P2 എന്നൊരു ടേം ഉണ്ട് നമുക്കിവിടെ. അത് കൂടാണ്ട് നമുക്ക് B21 P2 എന്ന് പറയുന്ന ടേമും ഉണ്ട്. അപ്പോൾ ഇത് 2 ടേമും സെയിം ആണ്. അപ്പോൾ ഈ 2 ടേമും സെയിം ആയതുകൊണ്ട് നമുക്കത് ഒരുമിച്ച് തന്നെ എഴുതാം. അപ്പോൾ 2 B1 B2 P1 P2 എന്ന് എഴുതാം.
ഇനി ലാസ്റ്റ് ഈ ടേം ഉള്ളത് നമുക്ക് B22 P2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഒരു 2 ബസ് പവർ സിസ്റ്റം വരുമ്പോഴത്തേക്ക് നമുക്ക് ട്രാൻസ്മിഷൻ ലൈൻ വരുന്നതിൻ്റെ ട്രാൻസ്മിഷൻ ലൈൻ ലോസ് വരുന്നതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഈ പെനാൽറ്റി ഫാക്ടറിൻ്റെ കാര്യം നോക്കി. അതിനകത്ത് ഇതിൽ നോക്കി നമ്മൾ ഈ ലാംഡ കണ്ടുപിടിച്ചിട്ടുണ്ടോ? dF1/dPg1 ഡിവൈഡഡ് ബൈ 1 മൈനസ് dPL/dPg1. അപ്പോൾ ഈ dPL/dPg1 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ ആദ്യം PL ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കണം, എന്നിട്ട് നമ്മൾ PG1 വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താലേ നമുക്ക് ആ dPL/dPg1 എന്ന് പറയുന്ന ടേം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഡെറിവേഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിയർ ആയോ എന്ന്, ഈ ഒരു ടേമിൻ്റെ ഒന്ന് ക്ലിയർ ആയോ നോക്കാൻ വേണ്ടി അതിനകത്ത് ഈ ലാംഡ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയാമോ? അല്ലെങ്കിൽ ലാംഡയുടെ യൂണിറ്റ് പറഞ്ഞാലും മതി. ഇതിൽ ഈ ലാംഡ എന്ന് പറയുന്നത് വോയിസ് ഇടയ്ക്ക് പോയോ? അതെ, ലാംഡയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Rs/MW ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി ചെയ്ത് തരാം. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്. പെനാൽറ്റി ഫാക്ടർ ഫോർ ബസ് 1 ഇൻ എ 2 ബസ് പവർ സിസ്റ്റം ഇസ് 1.25 ആൻഡ് ഇൻക്രിമെന്റൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അറ്റ് ബസ് 1 ഇസ് ₹200 per megawatt hour. Find the cost of received power at bus 2. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പം പെനാൽറ്റി ഫാക്ടർ തന്നിട്ടുണ്ട്. ബസ് വണ്ണിലെ പെനാൽറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 1.25 ആണ്. ഈ പെനാൽറ്റി ഫാക്ടറിന്റെ ഫോർമുല നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. 1/1 മൈനസ് dPL/dPg1. ഇതിനെയാണ് നമ്മൾ പെനാൽറ്റി ഫാക്ടർ എന്ന് പറഞ്ഞത്. ബസ് 1 തന്നിട്ടുണ്ട്. 200 per megawatt hour ഇത്രയും തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ഓഫ് ദി റിസീവ്ഡ് പവർ അറ്റ് ബസ് 2. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അറ്റ് ബസ് 2. ഓക്കെ, അപ്പോൾ ഇതിന്റെ കോൺസെപ്റ്റ് പറയുന്നതിന് മുന്നേ ഞാൻ ചെറിയ ഒരു 2 ക്വസ്റ്റ്യനോട് തരാം. അപ്പോൾ അത് ചെയ്തിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിരിക്കും. അതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇടാം. ഇതിന്റെ ആൻസർ എന്താണെന്ന് ഇടാവോ?
ഓക്കെ, അത് ബി തന്നെയാണ്. അപ്പൊ അതെങ്ങനെ വന്ന് നോക്കാൻ നമ്മൾ ജസ്റ്റ് നേരത്തെ എഴുതിയ ആ ഫോർമുല ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ അതിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളും. അപ്പൊ ഇതാണ് നമ്മുടെ പെനാൽറ്റി ഫാക്ടറിന്റെ ഫോർമുല. അപ്പം ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് വാട്ട് വിൽ ബി ദ പെനാൽറ്റി ഫാക്ടർ ഫോർ എ യൂണിറ്റ് ഇഫ് ദി ജനറേറ്റിംഗ് സ്റ്റേഷൻ ഇസ് ലൊക്കേറ്റഡ് വെരി ക്ലോസ് ടു ദി ലോഡ് സെന്റർ. അപ്പം നമ്മുടെ ജനറേഷനും ലോഡും അടുത്തടുത്താണ്. അതായത് ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0 എന്നുള്ളൊരു കണ്ടീഷനാണ് എടുത്തേക്കുന്നത്. അതായത് ജനറേറ്റിംഗ് സ്റ്റേഷൻ ഇസ് ലൊക്കേറ്റഡ് വെരി ക്ലോസ് ടു ദി ലോഡ് സെന്റർ. അപ്പൊ ഇവിടെ ഈ പി എൽ എന്ന് പറയുന്ന സാധനം ഏകദേശം 0 ആണ് അല്ലേ. അതായത് ട്രാൻസ്മിഷൻ ലൈൻ ലോസ് അവിടെ ഇല്ല. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ ഡി പി എൽ ബൈ ഡി പി ജി 1 എന്ന് പറയുന്ന ടേമും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ നമ്മുടെ പെനാൽറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1/1 - 0 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 എന്ന് വരും അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഓൾമോസ്റ്റ് ഈക്വൽ ടു യൂണിറ്റി എന്ന് പറയുന്ന ആൻസർ വരുന്നത്. ഇനി രണ്ടാമത്തെ കോൺസെപ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പെനാൽറ്റി ഫാക്ടറിന്റെ വാല്യൂ ആണ്. അത് എത്ര വരണം? നമ്മുടെ മാക്സിമം നമുക്ക് കോസ്റ്റ് കുറച്ച് വെക്കണമെങ്കിൽ പെനാൽറ്റി ഫാക്ടറിന്റെ വാല്യൂ 1 അടുത്ത് വരണോ, 1 കൂടുതൽ വരണോ, അതോ മിനിമം ആയിട്ട് വെക്കണോ? എങ്ങനെയായിരിക്കും വെക്കേണ്ടത്? അതെ, 1 അടുത്ത് വെക്കണം. അപ്പം മിനിമം ആയിട്ട് വെക്കുക, മാക്സിമം 1 അടുത്ത്. 1 എന്ന് പറയുന്നത് ഒരു തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. കറക്റ്റ് 1 കിട്ടത്തില്ല, കാരണം നമുക്ക് എപ്പോഴും നമുക്ക് ജനറേഷൻ ലോഡും രണ്ടും ഒരു ഡിസ്റ്റൻസും ഇല്ലാണ്ട് നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ ഒപ്റ്റിമൽ വാല്യൂ ഓഫ് പെനാൽറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ടു 1. അതിന്റെ ഐഡിയൽ കേസിൽ ഈക്വൽ ടു 1 ആയിരിക്കും. ഇത് ആസ് മിനിമം ആസ് പോസിബിൾ വെക്കുക, ആസ് മിനിമം ആസ് പോസിബിൾ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഒപ്റ്റിമൽ പെനാൽറ്റി ഫാക്ടറിന്റെ വാല്യൂ. അപ്പോൾ 1 കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന കോസ്റ്റും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ഇൻക്രിമെന്റൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അറ്റ് ബസ് 1 എന്ന് പറയുന്നത് 200 പെർ മെഗാവാട്ട് അവർ ആണ്. അപ്പോൾ നമ്മൾ ബസ് 1 നമ്മുടെ ഇതാണ് ബസ് 1. ബസ് 1 നമ്മുടെ ജനറേഷൻ. നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് ഇതാണ്, ബസ് 2 നമ്മുടെ ലോഡ്. അപ്പോൾ ഇത് തമ്മിൽ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്, കാരണം അവിടെ അതുകൊണ്ടാണ് അവിടെ ഈ പെനാൽറ്റി ഫാക്ടർ 1.25 ആയത്. കാരണം ട്രാൻസ്മിഷൻ ലൈൻ അവിടെ ലോസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ അവിടുത്തെ പെനാൽറ്റി ഫാക്ടർ 1 ആയിരുന്നേനെ. അപ്പോൾ അവിടെ ട്രാൻസ്മിഷൻ ലൈൻ ലോസ് ഉള്ളപ്പം ഇവിടെ ഈ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ ₹200 പെർ മെഗാവാട്ട് അവർ ഉണ്ട് അല്ലേ. അപ്പൊ ഈ പവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇനിയും ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം എങ്ങനെയാ അത് 160 ആവുന്നത്? അപ്പൊ ജനറേറ്റിംഗ് സ്റ്റേഷൻ നഷ്ടത്തിലാവൂലേ? പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പവർ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ₹200 പെർ മെഗാവാട്ട് അവറിലാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൊഡ്യൂസ് ചെയ്ത പവർ ഈ ട്രാൻസ്മിഷൻ ലൈൻ ലോസ് ഉള്ള ലൈനിൽ കൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് വിട്ട് ബസ് 2 എന്തായാലും 200 കൂടുതലായിരിക്കും അവിടെ എത്തുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പൊ അതിൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഫോർമുല തന്നെ അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ലാംഡയുടെ ഫോർമുല ഇല്ലേ, ലാംഡയുടെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ dF1/dPg1 ഇതിനകത്ത് ഈ സാധനമാണ് നമ്മുടെ ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പൊ ഇൻക്രിമെന്റൽ കോസ്റ്റ് ഇൻറ്റു ഈ 1/1 - ആണ് പെനാൽറ്റി ഫാക്ടർ. അപ്പം ഇൻക്രിമെന്റൽ കോസ്റ്റ് ഇൻറ്റു പെനാൽറ്റി ഫാക്ടർ എന്ന് പറയുന്നതാണ് നമ്മുടെ ലാംഡ എന്ന് പറയുന്ന ഈ റുപ്പീസ് പെർ മെഗാവാട്ട് അവറിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടുന്ന സാധനം, അല്ല ആ സാധനത്തിന്റെ എനർജിയുടെ റേറ്റ്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ട ആ സെയിം സാധനം തന്നെയാണ്, ഇൻക്രിമെന്റൽ കോസ്റ്റ് ഇൻറ്റു പെനാൽറ്റി ഫാക്ടർ. അപ്പം അത് ചെയ്താൽ നമുക്ക് ബസ് 2 റിസീവ് ചെയ്ത പവറിന്റെ വാല്യൂ കിട്ടും, കോസ്റ്റ് കിട്ടും. ഓക്കെ, 1.25 ഇൻറ്റു 200, അതായത് ₹250 പെർ മെഗാവാട്ട് അവർ. ഇത് ക്ലിയർ ആയിരുന്നോ?
ഓക്കെ. അപ്പം നമ്മൾ ഈ പെനാൽറ്റി ഫാക്ടറിന്റെ കാര്യം ഇപ്പം ജസ്റ്റ് ജനറേഷനും ലോഡും അടുത്തടുത്ത് വരുമ്പോൾ നമ്മൾ നോക്കിയപ്പോൾ പറഞ്ഞായിരുന്നു അതിനകത്ത് പെനാൽറ്റി ഫാക്ടറിന്റെ വാല്യൂ ഓൾമോസ്റ്റ് ഈക്വൽ ടു യൂണിറ്റി ആണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേഷനും ലോഡും അടുത്തടുത്തായതുകൊണ്ട് അവിടെ ട്രാൻസ്മിഷൻ ലൈൻ ഡിസ്റ്റൻസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്നിടാം. അപ്പൊ അങ്ങനെ ട്രാൻസ്മിഷൻ ലൈനിന്റെ ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് ട്രാൻസ്മിഷൻ ലൈനിന്റെ ലോസും തീരെ കുറവായിരിക്കും. അപ്പം ആ ട്രാൻസ്മിഷൻ ലൈനിന്റെ ലോസിന്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു DPG1 നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് DPL/DPG1 എന്നുള്ള ടേം കിട്ടുന്നത്. അപ്പൊ ഇത് വളരെ ചെറിയ ടേംസ് ആയതുകൊണ്ട് നമുക്ക് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതും ഏകദേശം 0 എന്ന് ഇടാം. അങ്ങനെയാണ് നമുക്ക് പെനാൽറ്റി ഫാക്ടറിന്റെ വാല്യൂ നമുക്ക് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 വെൻ ദി ജനറേറ്റിംഗ് സ്റ്റേഷൻ ഇസ് നിയർ ടു ദി ലോഡ്, ആ ഒരു കണ്ടീഷൻ നമ്മൾ എടുത്തത്. അപ്പം ഇത് ലോഡിനടുത്ത് അല്ലാതെ വരുന്ന സമയത്താണ് ഈ പെനാൽറ്റി ഫാക്ടറിന്റെ വാല്യൂ 1-നേക്കാൾ കൂടുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഒപ്റ്റിമൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ടു 1 അല്ലെങ്കിൽ ആസ് മിനിമം ആസ് പോസിബിൾ ആണ്. ഐഡിയൽ വാല്യൂ ആണ് 1 ആയിട്ട് വരുന്നത്. അപ്പം 1-ന് മേളിൽ വന്ന അതിന്റെ അർത്ഥം ഈ ജനറേഷനും ലോഡിനും തമ്മിൽ ഇടയ്ക്ക് ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്. അപ്പൊ ആ ലോസ് വരുന്നത് കൊണ്ടാണ് അത് 1.25 ആയത്. ഓക്കെ. അപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പെനാൽറ്റി ഫാക്ടർ ഫോർ ബസ് 1 എന്ന് പറയുന്നത് 1.25 ആണ്. അപ്പം അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് 1-നും 2-നും ഇടയ്ക്ക് ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്. ആ ബസ് 1-നും 2-നും ഇടയ്ക്ക് ട്രാൻസ്മിഷൻ ലൈൻ ഉള്ളത് കൊണ്ടാണ് അവിടെ ആ 1.25 വന്നത്. ഇനി ഇൻക്രിമെന്റൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രിമെന്റൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ലാംഡ അല്ല, അത് 200 ലാംഡ അല്ല, 200 പവർ പ്ലാന്റ് 1-ലാണ്, അറ്റ് ബസ് 1 ആണ്. അറ്റ് ബസ് 1-ലെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് അത്, ഇൻക്രിമെന്റൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം അതെന്ന് പറയുന്നത് 200 പെർ മെഗാവാട്ട് അവർ ആണ്. അപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്ന ഇതേപോലെ നമ്മൾ അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത സാധനം തിരിച്ചു വിടുമ്പോൾ ഉള്ള വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ പെനാൽറ്റി ഫാക്ടറിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ആ ടോട്ടൽ ലാംഡ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ പെനാൽറ്റി ഫാക്ടറിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമായിരിക്കും. അപ്പൊ നമ്മൾ പെനാൽറ്റി ഫാക്ടർ ഇൻറ്റു ഇൻക്രിമെന്റൽ കോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ആ സെക്കൻഡ് ബസ്സിലോട്ട് വിടുന്ന പവർ കിട്ടുള്ളൂ നമുക്ക്. സോറി, പവർ അല്ല, പവറിന്റെ റേറ്റ്. ഓക്കെ, അത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, നമുക്കൊരു ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഇതിലും 2-3 പുതിയതായിട്ടുള്ള പോയിന്റ്സ് പറയാനുണ്ട്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പെനാൽറ്റി ഫാക്ടർ ഓഫ് ദി പ്ലാന്റ് ഷോൺ ഇൻ ഫിഗർ. അപ്പൊ ഈ പെനാൽറ്റി ഫാക്ടർ എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ ലോസ് കാരണം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പവർ നമുക്ക് അവിടെ ഉണ്ടാക്കുന്ന പവർ നമുക്ക് അവിടെ എത്തത്തില്ല. അപ്പം ഈ ലോസ് ആയി പോയ പവറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റമർ ആണ് അതിന് പൈസ കൊടുക്കേണ്ടത്, അല്ലാണ്ട് ജനറേറ്റിംഗ് സ്റ്റേഷൻ ഒരിക്കലും അതിന്റെ പൈസ കൊടുക്കില്ല.
അപ്പൊ അതും കൂടെ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു വാല്യൂ ആണ് ഈ പെനൽറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ജനറേഷൻ എന്ന് പറയുന്നത് 10 മെഗാവാട്ട് ആണ്, ട്രാൻസ്മിഷൻ ലൈൻ ലോസ് എന്ന് പറയുന്നത് 2 മെഗാവാട്ട് ആണ്. അപ്പം ഈ ലോസ് കഴിഞ്ഞ് ബാക്കി ഇതാണ് നമുക്ക് ലോഡിൽ വരുന്ന പവർ 8 മെഗാവാട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പെനാൽറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 മെഗാവാട്ടിന്റെ ലോസും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഈ കസ്റ്റമറിനെ കൊണ്ട് ആ പൈസ കൊടുപ്പിക്കണം, എന്നാലേ നമുക്ക് ആ ജനറേറ്റിംഗ് സ്റ്റേഷന് മുതലാവുള്ളൂ. കാരണം കസ്റ്റമറിന് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് ട്രാൻസ്മിഷൻ ലൈൻ വെച്ചേക്കുന്നത്. അപ്പൊ അത് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ജനറേഷന് സൈഡിൽ ഒരു ലോസ് വരുന്നതായിട്ട് നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. അപ്പം നമ്മൾ ട്രാൻസ്മിഷൻ ലോസ് വരുന്ന പവർ ഫുള്ള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റമർ ആണ് അതിന് പൈസ കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെയാണ് ഈ പെനാൽറ്റി ഫാക്ടർ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം പെനാൽറ്റി ഫാക്ടറിന്റെ ആ വാല്യൂ കണ്ടുപിടിക്കുന്നത് നമുക്ക് വേറൊരു ഫോർമുലയും കൂടെ ഉപയോഗിക്കാം. നമ്മൾ പവർ ജനറേറ്റഡ് ഡിവൈഡഡ് ബൈ പവർ received at the load side after transmission loss. അപ്പം ജനറേറ്റ് ചെയ്ത പവർ 10 മെഗാവാട്ട് ആണ്. അപ്പൊ ലോസ് കഴിഞ്ഞ് ബാക്കി നമുക്ക് ലോഡിൽ കിട്ടിയ പവർ എന്ന് പറയുന്നത് 8 മെഗാവാട്ട് ആണ്. അപ്പം ഇതെത്ര ഒരു 1.5/4 എന്ന് പറഞ്ഞാൽ 1.25 വരും അല്ലേ. ഇതാണ് നമ്മുടെ പെനാൽറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം പെനാൽറ്റി ഫാക്ടർ 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ജനറേറ്റ് ചെയ്ത സാധനം ഫുള്ള് ലോഡിലെത്തി. അപ്പം 10/10 = 1. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പെനാൽറ്റി ഫാക്ടർ ആസ് ക്ലോസ് ആസ് 1 അല്ലെങ്കിൽ ആസ് മിനിമം ആസ് പോസിബിൾ വെക്കണമെന്ന് പറയുന്നതിന്റെ വേറൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ട്രാൻസ്മിഷൻ ലൈൻ ലോസ് 1 മെഗാവാട്ട് മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പെനാൽറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 10/9. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1.11 ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 8 മെഗാവാട്ട് നമ്മൾ അവിടെ എത്തിച്ചെങ്കിൽ അവിടെ ലോസ് 2 മെഗാവാട്ട് ആയിരുന്നു. ഇവിടെ 9 മെഗാവാട്ട് നമ്മൾ എത്തിച്ചപ്പം ലോസ് 1 മെഗാവാട്ട് ആയിരുന്നു. അപ്പൊ ലോസ് കുറയും തോറും ഈ പെനാൽറ്റി ഫാക്ടറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1-നോട് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതാണ് ആവശ്യം, 1-നോട് എത്ര എടുക്കാൻ പറ്റുന്നുണ്ടോ അത്ര അടുത്ത് വാല്യൂ വെക്കുക. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ പവർ പെനാൽറ്റി ഫാക്ടറിന്റെ വാല്യൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് പവർ ഒന്ന് കണ്ടുപിടിക്കാവോ? അപ്പൊ ഇതിലെ ഇൻക്രിമെന്റൽ കോസ്റ്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.1 P1 + 3 ആണ് അല്ലെ. അപ്പം നമ്മൾ ഇവിടെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഇത് ഞാൻ 2 ബസ്സായിട്ട് തന്നെ എടുക്കാം. ഇത് ബസ് 1-ലും ബസ് 2-ലും. ബസ് 1-ല് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലെ കോസ്റ്റ് എന്ന് പറയുന്നത് 0.1 P1 + 3 ആണ്. ഇതാണ് നമ്മുടെ ലാംഡ എന്ന് പറയുന്ന. ഇവിടെ നമുക്ക് ലോസ് ഇല്ല അല്ലെ. ബസ് 1-ല് പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നതിന് നമുക്ക് അവിടെ ട്രാൻസ്മിഷൻ ലൈൻ ലോസ് വരുന്നില്ല. ബസ് 1-ന്ന് ബസ് 2-ലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ലോസ് വരുന്നത്. അന്നേരമാണ് നമ്മൾ പെനാൽറ്റി ഫാക്ടർ എടുക്കുന്നത്. അപ്പൊ ബസ് 1-ലെ കോസ്റ്റ് എന്ന് പറയുമ്പം നമുക്ക് എന്ത് ചെയ്താൽ മാത്രം മതി, 0.1 P1 + 3 മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 10 മെഗാവാട്ട് ഉണ്ടാക്കുന്നതിന്റെ അവിടെ ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 × 10 + 3
ലാംഡ ഇസ് ഈക്വൽ ടു 4 rupees per മെഗാവാട്ട് അവർ വരും. ഇത് പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രം. അപ്പം ഇനി നമ്മൾ ബസ് 1ൽ നിന്ന് ബസ് 2ൽ എത്തിക്കണമെങ്കിൽ ഉള്ള കോസ്റ്റിൽ നമുക്ക് ലാംഡ കണ്ടുപിടിക്കുന്നതിൽ നമ്മൾ ലോസും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പം ഈ ലോസ് കൺസിഡർ ചെയ്യുമ്പോഴാണ് നമ്മൾ പെനാൽറ്റി ഫാക്ടർ എന്നൊരു വാല്യൂയും കൂടെ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ dF1/dP1 ഇൻറ്റു പെനാൽറ്റി ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ലോസ് വെച്ചുള്ള ലാംഡ കിട്ടുന്നത് വിത്ത് ലോസ്. അപ്പം dF1/dP1 നമുക്ക് നേരത്തെ കിട്ടി 4 എന്ന് പറയുന്നത്, പെനാൽറ്റി ഫാക്ടർ നമ്മൾ 1.25 കിട്ടി. അപ്പം നമുക്ക് ഇത് 5 rupees per മെഗാവാട്ട് അവർന്ന് വരും. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇനി അടുത്ത ഒരു പ്രോബ്ലം ഇത്തിരി ഒരു ഗേറ്റ് 2012 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇത്തിരി ടൈം എടുക്കും സോൾവ് ചെയ്യാൻ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം.